ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ VN വീഡിയോ എഡിറ്റർ ട്യൂട്ടോറിയലിൻ്റെ 7ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പ് നമ്മൾ 6 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുമ്പത്തെ 6 വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് VN വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷനിലെ ഒരുപാട് പ്രീസെറ്റ് ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. ഈ ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടേതായ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ VN വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ കാണാൻ സാധിക്കും. ഇൻസ്റ്റഗ്രാം റീല്, ഇൻസ്റ്റഗ്രാം സ്റ്റോറി വീഡിയോ, ബിസിനസ്, യൂട്യൂബ് വീഡിയോ, ഈദ് മുബാറക്ക് ടെംപ്ലേറ്റ്സുകൾ, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ടെംപ്ലേറ്റുകൾ, ഇൻസ്റ്റഗ്രാം സ്റ്റോറി ടെംപ്ലേറ്റുകൾ, യൂട്യൂബ് തമ്പനെയിൽ ടെംപ്ലേറ്റുകൾ, അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് നമ്മുടേതായ ഓൺ വീഡിയോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത്. ഇതിൽ ഈ ടെംപ്ലേറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് ഈ പ്രോ എന്ന് പറഞ്ഞ് കാണുന്ന ടെംപ്ലേറ്റുകളൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തെങ്കിലേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ടും ടെംപ്ലേറ്റുകൾ ലഭിക്കും. ഈ ഒരു ടെംപ്ലേറ്റൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് യൂട്യൂബ് തമ്പനെയിൽ ടെംപ്ലേറ്റാണ്. ഇത് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് പുതിയ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ഒരുപാട് ടെംപ്ലേറ്റുകളാണ് കാണാം. ഇവിടെ 107 ടെംപ്ലേറ്റുകളോളം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇൻസ്റ്റഗ്രാം റീലിൻ്റെ, അതേപോലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ 39 ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്കൊരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മ്യൂസിക് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ടെംപ്ലേറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് ഡൗൺലോഡായി. ഇനി നമുക്ക് നേരെ ഗാലറിയിലേക്ക് വന്നു. നമുക്ക് ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ താഴെ കാണുന്ന 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ നമുക്ക് ഓരോ ഫോട്ടോ, നമുക്ക് വേണ്ടിയ ഫോട്ടോ 1, 2, 3 എന്ന് പറഞ്ഞ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടോട്ടൽ 43 ഫോട്ടോസ് വരെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് നമുക്കിനി 1, 2, 3 എന്ന് പറഞ്ഞ് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി നമുക്കിവിടെ ടോപ്പ് റൈറ്റ് സൈഡിൽ ഒരു ആരോ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ VN ടെംപ്ലേറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം റീല് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് എങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ ഇവിടെ 284ഓളം ഫ്രീ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് നമുക്കൊരെണ്ണം സെലക്ട് ചെയ്യാം. ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ഇവിടെ ഡൗൺലോഡായി. ഇനി നമുക്ക് യൂസ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഗാലറിയിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ മാത്രമാണ് സെലക്ട് ആവുന്നത്. ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫോട്ടോസിന് ഈ ടെക്സ്റ്റ് നമുക്ക് ഓൾറെഡി ടെംപ്ലേറ്റിലുള്ള ടെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടേതായ ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ MCV ഓക്കെ കൊടുത്തു. ഇവിടെ സൈലൻസ് എന്നുള്ളത് മാറ്റി MCV ക്രിയേഷൻ എന്നാക്കുവാണ്. അതിനുശേഷം ഓക്കെ കൊടുത്തു. MCV ക്രിയേഷൻ. ഇവിടെ നമുക്ക് താഴെ ആരാധ്യ എന്ന് ഒരു പേരുണ്ട്, അത് നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് മാറ്റി യൂട്യൂബ് MCV ക്രിയേഷൻ യൂട്യൂബ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതുപോലെ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടേതായ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോ സേവ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ടോപ്പിൽ റൈറ്റ് സൈഡിൽ ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫോട്ടോ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും ഇൻസ്റ്റഗ്രാം റീലും പോസ്റ്റും ഒക്കെ നമുക്ക് VN വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ
ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം റീലൊക്കെ എങ്ങനെ VN വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.